ഹലോ, എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് മീൻ കറിയാണ്. കൊയല മീൻ കറിയാണ് ഇന്ന് ഞാൻ വെക്കുന്നത്. അപ്പോൾ ഇതൊരു 1/2 കിലോ മീനുണ്ട്. അപ്പോൾ ഇതെല്ലാം നന്നായി ഒന്ന് നമ്മൾക്ക് മുറിച്ച് കഴുകി വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ ഇതാ മീൻ മുറിച്ച് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ കറിക്ക് ആവശ്യമായ അരപ്പിൻ്റെ സാധനങ്ങൾ നോക്കാം. അപ്പോൾ ഞാൻ 1/2 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ 2 ടീസ്പൂൺ ചുവന്ന മുളക് പൊടി ആണ് ചേർക്കുന്നത്. അപ്പോൾ എരിവുള്ള മുളക് പൊടി ചേർക്കണമെന്നില്ലവർക്ക് ഇതിൻ്റെ ഈ 1 ടീസ്പൂണിൻ്റെ പകുതി ചേർക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾക്കിനി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ജീരകം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതാണ് കറി ജീരകം എന്ന് പറയുന്നത്. നമ്മുടെ സാധാരണ ജീരകമാണ്. അപ്പോൾ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിന് മുന്നേ ഉള്ള ഒരു വീഡിയോയിൽ. അപ്പോൾ ഇതാണ് നമ്മുടെ സാധാരണ ജീരകമാണ് കറി ജീരകം എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ 2 അല്ലി വെളുത്തുള്ളി അല്ലിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ മീൻകറിക്ക് വേണ്ടിയുള്ള അരപ്പെല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് പിഴിപുളിയാണ് കേട്ടോ. നമ്മൾ സാധാരണ വാളംപുളിയില്ലേ, അതാണ് ഞാൻ ഇതിൽ ചേർക്കുന്നത്. അപ്പോൾ കുടംപുളി ചേർത്തിട്ട് വെക്കുന്നവരാണെങ്കിലും അങ്ങനെയും ഈ കറി വെക്കാവുന്നതാണ്. അപ്പോൾ ഇതൊരു ചെറുനാരങ്ങ വലുപ്പത്തിലാണ്, ചെറിയ ചെറുനാരങ്ങയുടെ വലുപ്പത്തിലാണ് ഞാൻ ഈ പുളി എടുത്തിട്ട് കുതിരാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാ മുറിച്ച് വെച്ച മീനിൻ്റെ കഷ്ണത്തിലേക്ക് നമ്മൾക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി മുറിച്ചതും 1 തക്കാളി നീളത്തിൽ അരിഞ്ഞതും 2 പച്ചമുളകും ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിന് ശേഷം നമ്മൾക്ക് കുതിർത്ത് വെച്ച പുളിയുടെ ജ്യൂസ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾക്ക് അരച്ച് വെച്ച തേങ്ങയുടെ അരപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് നമ്മൾക്ക് വെള്ളം ചേർത്തെടുക്കാം. അത്രയാണ് വെള്ളം വേണ്ടുന്നത് വിചാരിച്ചാൽ. അപ്പോൾ ഇതാ പാകത്തിന് വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അതിന് കണക്കായ ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കണം, ഏറ്റവും ആദ്യം നമ്മൾ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. പിന്നീട് ഇത് തിളച്ചതിന് ശേഷം നമ്മൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഏറ്റവും ആദ്യം ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതാ അരപ്പൊക്കെ ചേർത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഉപ്പൊക്കെ നോക്കി കുറവായതുകൊണ്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇത് കുറഞ്ഞ തീയിലേക്ക് മാറ്റിയിട്ട് ഈ കറി ഒന്ന് നമുക്ക് ആവശ്യമുള്ള ഗ്രേവിയിലൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അങ്ങനെ ഇതാ മീനിൻ്റെ ചാറൊക്കെ വറ്റി കഷ്ണങ്ങളൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ തീ ഓഫാക്കി കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ വളരെ രുചികരമായ പച്ച തേങ്ങ അരച്ച കൊയലമീൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഒന്ന് കയ്യിലിട്ട് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് ഒന്ന് തിളച്ചാൽ തന്നെ പെട്ടെന്ന് വേവുന്നൊരു മീനാണ്. അത് മാത്രമല്ല ഇങ്ങനെ നടുകെ 2 കഷ്ണമാവും ഈ മീൻ പെട്ടെന്ന്. അപ്പോൾ ഈ മീൻ തേങ്ങ അരച്ചിട്ട് മാത്രമല്ല കുരുമുളക് ഇട്ടിട്ട് ഒരു മുളീശം പോലെ വെച്ചാൽ ടേസ്റ്റുള്ള ഒരു മീൻ കറിയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് കാണുന്നവരാണെങ്കിൽ ഒരു ലൈക്ക് ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യാൻ ഉള്ള മനസ്സൊന്ന് കാണിച്ചേക്കണേ. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ എല്ലാവർക്കും ബൈ.